അതിനനുസരിച്ച് റിവിഷൻ ചെയ്യാനും കൃത്യമായിട്ട് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനൊക്കെ ഇനഫ് ടൈം നിങ്ങൾക്ക് വേണം. അതുകൊണ്ട് തന്നെ നേരത്തെ പ്രിപ്പയർ ചെയ്യും. ഏതൊരു ഇലക്ട്രിക്കൽ ഡിപ്ലോമ ഓർ എഞ്ചിനീയർ കഴിഞ്ഞ ഉദ്യോഗാർത്ഥിയുടെയും സ്വപ്ന ജോലിയാണ് KSEBയിലെ സബ് എഞ്ചിനീയർ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ഈ KSEB സബ് എഞ്ചിനീയർ എന്ന് പറയുന്ന സമയത്ത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ച അതേ ഫീൽഡിൽ, അതായത് നിങ്ങളുടെ സെമസ്റ്ററിൽ പഠിച്ചിട്ടുള്ള പവർ സിസ്റ്റം എന്ന് പറയുന്ന മൊഡ്യൂളിൽ, അതിൽ നിങ്ങൾ പവർ സിസ്റ്റം, ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ, പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതേ മേഖലയിൽ തന്നെ ജോലി ചെയ്യാൻ ലഭിക്കുന്ന ഏറ്റവും മികച്ച അവസരമാണ് KSEB എന്ന് പറയുന്നത്. ഈ KSEBയിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് എത്രത്തോളം സാലറി കിട്ടും എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. ഞാൻ ഈ ഒരു സാലറി സ്ലിപ്പ്, അതായത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് KSEBയിൽ ഒരു സബ് എഞ്ചിനീയർക്ക് ലഭിക്കുന്ന സാലറി സ്ലിപ്പാണ്. അതായത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സബ് എഞ്ചിനീയറുടെ കാര്യം അല്ല പറയുന്നത്. ഇത്തവണത്തെ സബ് എഞ്ചിനീയർ എക്സാം ക്ലിയർ ചെയ്ത് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് ജോലിയിൽ പ്രവേശിച്ചിട്ടുള്ള ഒരാളുടെ സാലറി സ്ലിപ്പാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. എത്രത്തോളം സാലറി ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതിന് മനസ്സിലാക്കാൻ പറ്റും. ഇതൊരു എക്സ്പെക്റ്റഡ് സാലറി അല്ല നമ്മൾ പറയുന്നത്, ഈ എക്സാക്റ്റ് ആയിട്ടുള്ള സാലറിയാണ്. പിന്നെ ഇതിൽ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ടാവും. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ലൊക്കേഷൻ. നിങ്ങൾക്കറിയാം HRലൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തവണ അതായത് സബ് എഞ്ചിനീയർ എക്സാം ക്ലിയർ ചെയ്ത് ട്രെയിനിങ് കഴിഞ്ഞ് ജോലിയിൽ പ്രവേശിച്ചിട്ടുള്ള ഒരാളുടെ സാലറി സ്ലിപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ വന്നിരിക്കുന്ന ബേസിക് പേ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും 41,600. ഇനി വേറൊരു കാര്യം കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, പുതിയ പേ കമ്മീഷൻ വരാൻ പോവുകയാണ്. സ്വാഭാവികമായിട്ടും പേ സ്കെയിൽ റിവിഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള സാലറിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതിൽ DA നമ്മൾ നോക്കുകയാണെങ്കിൽ 13,728 ആണ്. ദെൻ കൺവെയൻസ് അലവൻസ് എന്ന് പറഞ്ഞിട്ട് 500 റുപ്പീസ് വന്നിട്ടുണ്ട്. HR അഥവാ ഹൗസ് റെന്റ് അലവൻസ് 2,496 ആണ്. അതാ ഞാൻ പറഞ്ഞത്, അവിടെ എന്ത് ചെയ്യാം, വേരിയേഷൻസ് വന്നേക്കാം. അതായത് അത് ഡിപ്പെൻഡ്സ് ഓൺ ദ ലൊക്കേഷൻ ആണ്. അപ്പം നിങ്ങൾ കുറച്ചുകൂടി ടൗൺ ഏരിയയിലാണെങ്കിൽ കൂടുതൽ HR കിട്ടും, റൂറൽ ഏരിയയിലാണെങ്കിൽ അത് കുറവായിരിക്കും എന്നുള്ളതാണ്. ഇനി സ്പ്രെഡ് ഓവർ അലവൻസ് എന്ന് പറഞ്ഞുകൊണ്ട് 910 വന്നിട്ടുണ്ട്. മെഡിക്കൽ അലവൻസ് എന്ന് പറഞ്ഞുകൊണ്ട് 100 വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റു പല നൈറ്റ് ഡ്യൂട്ടി അലവൻസ്, അങ്ങനെയുള്ള അലവൻസുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും, ഇതിൽ ആഡ് ആവുന്നുണ്ടാവും. അങ്ങനെ ടോട്ടൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 59,334 എന്ന് പറയുന്ന ഈ ഒരു സാലറി സ്കെയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ജസ്റ്റ് ജോയിൻ ചെയ്ത ഒരാളുടെ സാലറി എന്ന് പറയുന്നത് 59,000. ഈ നമ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 59,334. അതായത് ഒരു തുടക്കക്കാരന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, ഇവിടെ 60,000 സാലറി ലഭിക്കുകയാണ്. അതിൽ തീർച്ചയായിട്ടും ചില ഡിഡക്ഷൻസുകൾ വരുന്നുണ്ട്. GPF ഡിഡക്ഷൻ ആയിക്കോട്ടെ, EWF ആയിക്കോട്ടെ, പിന്നെ NPS, ഇതൊക്കെ എന്താണ്, ഈ LIC പോളിസി എന്നൊക്കെ പറയുന്നത് പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെൻ്റ് ആയിരിക്കും. അത് ഓരോരുത്തർ ചെയ്യുന്നതാണ്. എനിവേ ഈ ഒരു സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുന്നത്, നെറ്റ് പേ എന്ന് പറയുന്നത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 59,334 എന്ന് പറയുന്ന ഏറ്റവും മികച്ച സാലറിയാണ് ഒരു തുടക്കക്കാരന് KSEB ലഭിക്കുന്നത്. മാത്രമല്ല KSEB സബ് എഞ്ചിനീയർ പോസ്റ്റിലൂടെ നിങ്ങൾക്ക് ഒരുപാട് പ്രൊമോഷൻ സാധ്യതകളുണ്ട്. ഇന്റേണൽ എക്സാംസിലൂടെയും അതേപോലെ തന്നെ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് പ്രൊമോഷൻ സാധ്യതയുണ്ട്. KSEB എന്ന് പറയുന്നത് ഒരു മോണോപോളിയാണ് അല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം KSEB എന്ന് പറയുന്നത് കേരളത്തിൽ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അതൊരു മോണോപോളിയാണ്. അതുകൊണ്ട് ഈ ഡിപ്പാർട്ട്മെന്റിൽ എല്ലാ കാലത്തും ഏറ്റവും മികച്ച സാലറിയാണ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് KSEB ഉദ്യോഗസ്ഥർക്ക് അത് നല്ല സാലറി, ഒരുപാട് സാലറി അധികമാണെന്ന് മറ്റു ഡിപ്പാർട്ട്മെൻറ്റുകളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അവർക്ക് അതിൻ്റേതായിട്ടുള്ള റിസ്ക്കും അതിൻ്റേതായിട്ടുള്ള റിസ്ക് അവരുടെ ജോബിൻ്റെ പാർട്ടായതുകൊണ്ടാണ് അവർക്ക് അത്രയും മികച്ച സാലറി ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത്തരം വീഡിയോസുകൾ ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത്, സബ് എഞ്ചിനീയർ എന്ന് പറയുന്ന ആ ഡ്രീമിനെ ഒന്നുകൂടി ഒന്ന് ഇനീഷ്യേറ്റീവ് എടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആ ഡ്രീമിന് കൃത്യമായിട്ടുള്ളൊരു ഡയറക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടിയാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലി ഉണ്ട് അല്ലേ, അതായത് ഇലക്ട്രിക്കൽ കഴിഞ്ഞ് ഏതൊരു ഉദ്യോഗാർത്ഥിയും ആഗ്രഹിക്കുന്നത് ഇലക്ട്രിക്കൽ മേഖലയിൽ തന്നെ ഒരു ജോലി ചെയ്യണം തന്നെ ആയിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ സബ് എഞ്ചിനീയർ തന്നെയാണ് നിങ്ങൾക്ക് മുന്നിലെ ഏറ്റവും മികച്ച ചോയ്സ് എന്ന് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ KSEB സബ് എഞ്ചിനീയറിൽ 691 അഡ്വൈസുകൾ നിലവിൽ പോയിട്ടുണ്ട്. 691 അഡ്വൈസുകൾ ഇതിനോടകം പോയിട്ടുണ്ട്. ഇനിയും റാങ്ക് ലിസ്റ്റിന്റെ വാലിഡിറ്റി കഴിഞ്ഞിട്ടില്ല. ഇനിയും 10 മാസത്തോളം ഈ റാങ്ക് ലിസ്റ്റ് വാലിഡിറ്റി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ 700ന്റെ മുകളിൽ, ഒരു പക്ഷേ 750ന്റെ മുകളിലൊക്കെയുള്ള ഒരു നമ്പറിലേക്ക് ഈ ഒരു തവണയും എത്താനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും മികച്ചൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന് മാത്രമാണ്. ഇവിടെ പലരും ചോദിക്കാറുണ്ട് ഇലക്ട്രോണിക്സുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന്. ഇല്ല, ഇവിടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഡിപ്ലോമ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് KSEB സബ് എഞ്ചിനീയർ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊരു ബിഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുക. വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ട് പഠിക്കണം. ഈ എക്സാം എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾ നിസ്സാരമായിട്ട് കാണരുത്. ജസ്റ്റ് പോയിട്ട് എഴുതിയാൽ കിട്ടുന്ന എക്സാം അല്ല ഇത്. അത്യാവശ്യം കോമ്പറ്റീഷൻ ഉണ്ടാവും. ഇത്തവണ എൻ്റെ ഒരു എക്സ്പെക്ടേഷനിൽ പറയാന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ ഒരു 5 വർഷത്തെ ഈ ഒരു ഇലക്ട്രിക്കൽ ഫാക്കൽറ്റി എന്നുള്ള നിലയിലുള്ള എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാണ്, ഇത്തവണത്തെ എക്സാം
എക്സാം എന്ന് പറയുന്നതിൻ്റെ കോമ്പറ്റീഷൻ ഇനിയും ഉയരാനാണ് സാധ്യത. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൽ ഈ ഒരു നമ്പർ ഓഫ് അപ്ലിക്കൻസ് കൂടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത്രയും മികച്ചൊരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് മുമ്പൊന്നും പലർക്കും അറിയില്ലായിരുന്നു. എന്നാൽ ഇന്ന് എല്ലാവരും ഇതിനെക്കുറിച്ച് അവെയർ ആണ് എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് PSC എക്സാംസുകളുടെ ട്രെൻഡ് മാറിയത് കൊണ്ട് തന്നെ, അതായത് ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല PSC എക്സാംസുകളിലും ഏറ്റവും ഹൈ ക്വാളിറ്റി ക്വസ്റ്റ്യൻസുകളാണ്, ഏറ്റവും ഡെപ്ത് ഉള്ള ക്വസ്റ്റ്യൻസുകളാണ് ഓരോ എക്സാമിലും കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ടൈമും അതിനനുസരിച്ച് റിവിഷൻ ചെയ്യാനും കൃത്യമായിട്ട് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനൊക്കെ ഇനഫ് ടൈം നിങ്ങൾക്ക് വേണം. അതുകൊണ്ട് തന്നെ നേരത്തെ പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത് ഈ എക്സാം പ്രിപ്പറേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടറാണ്. സോ എൻട്രിയോടൊപ്പം നേരത്തെ ജോയിൻ ചെയ്തുകൊണ്ട് പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ എൻട്രിയുടെ KSCB സബ് എഞ്ചിനീയർ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻട്രിയുടെ KSCB സബ് എഞ്ചിനീയർ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയും താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.